എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നാണ് കേട്ടോ ഈ ആഗ്രഹം. നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, അതുപോലെ എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്. കാരണം ഇത്രയും നാളും എനിക്ക് ഫോൺ മേടിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ്. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് ദാറ്റ് എന്നെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിക്കും അതിനിപ്പോൾ എന്താണെന്നുള്ളത്. ബട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ദിസ് ഈസ് മൈ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഫോർ എവർ എന്നൊക്കെ പറയും. കാരണം ഫോർ മീ എനിക്ക് ഞാൻ എൻ്റെ അധ്വാനം എന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുക എൻ്റെ സ്വന്തം കാശുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഡ്രീമിലൊന്ന് ഞാൻ വാങ്ങുമ്പോൾ അതെനിക്ക് കുറച്ച് ഹാപ്പി മൊമെൻറ്റും എനിക്കിത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഐഫോൺ എടുക്കുക, S23 എടുക്കുക. S23 എടുത്തു, ബട്ട് ഞാനല്ല എടുത്തത്, അമ്മയാണ് എടുത്തത്. അമ്മയുടെ കയ്യിൽ S23 ആണ്. ഞാൻ മിക്കതും വീഡിയോസൊക്കെ അതിലാണ് എടുക്കുന്നത്. ബട്ട് അതിൽ വേറൊരു ആഗ്രഹമാണ് ഐഫോൺ എന്നുള്ളത്. അതിപ്പോൾ ഞാൻ ഇപ്പോൾ ആ ഒരു ആഗ്രഹം നടന്നു. കാരണം ഞാനോട്ട് വിചാരിച്ചില്ല, അത് കുറേ നാളത്തെ ആഗ്രഹം കൂടിയാണ്. പിന്നെ അതിൻ്റെ ഒരു ടൈം ആയപ്പോഴാണെന്ന് മാത്രം. അങ്ങനെ ഇതിലും വലിയ വലിയ ആഗ്രഹങ്ങൾ, കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയൊരു ടൈം, ഇതുപോലൊരു ടൈം എനിക്ക് വരും. അതിലൊരു ആഗ്രഹമാണിത്. ഞാൻ മൈജിയിൽ നിന്നാണ് ഫോണിൽ മൈജിയിൽ പോയിട്ടാണ് ഫോൺ എടുത്തത്. വരത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മൈജിയിൽ പോയി ഫോൺ എടുത്തു. പിന്നെ എന്താ പറയുക, ഇത് ഒരുപാട് നാളത്തെ ആഗ്രഹമൊക്കെ നടക്കുമ്പോൾ എന്തോ ഭയങ്കര വിഷമമാണ് സത്യം പറഞ്ഞാൽ. ഒരു ഡ്രീം മൊമെൻറ്റ് എന്നൊക്കെ പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് എങ്ങനെയാണ്, കാരണം നമ്മുടെ ചില ആഗ്രഹങ്ങൾ നമ്മൾ ബുക്കിൽ എഴുതി കുറിക്കുമ്പോൾ അത് നടക്കും എന്നുള്ളതിലാണല്ലോ. അത് എന്തായാലും നടക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു ടൈം ആവും. ഇത്ര പെട്ടെന്ന് ആവുന്നൊന്നും ഞാനൊട്ട് പ്രതീക്ഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റിയലി ഭയങ്കര ഹാപ്പി. അപ്പോൾ എനിക്കറിഞ്ഞോടെ എന്ത് പറയണത്. ബൈ ഗൈസ്, ബൈ.